തൃശൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വയോധികനെ കണ്ടക്ടർ ചവിട്ടി താഴെയിട്ടതായി പരാതി. തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കരുവന്നൂർ എട്ടുമന സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രൻ എന്ന 68 വയസ്സുകാരനാണ് പരിക്കേറ്റത്. ബസ്സിലെ യാത്രാനിരക്ക് ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് യാത്രികരും നാട്ടുകാരും പറയുന്നു. പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ചേർപ്പ് ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷ് ചവിട്ടിയതിനെ തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയിടിച്ചു വീഴുകയായിരുന്നുവെന്നാണ് പറയുന്നത്. തുടർന്നും ഇയാളെ മർദ്ദിച്ചതായി പറയുന്നുണ്ട്. ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത്. നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും പിന്നീട് പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഫാക്ട്, തൃശൂർ.